ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടാപ്പിയുടെ ഗ്രൂമിംഗ് ആണ്. ഫസ്റ്റ് ഗ്രൂമിംഗ് ആട്ടോ. അപ്പോൾ ഉണ്ടാപ്പീനെ ഞങ്ങൾക്ക് കിട്ടണത് 48 ദിവസമുള്ളപ്പോഴാണ് കിട്ടണത്. ഇപ്പോൾ ഒക്ടോബർ വരുമ്പോഴേക്കും അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ വീട്ടിൽ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് കുളിപ്പിക്കുന്നതല്ലാതെ വേറെ നമ്മൾ ഗ്രൂമിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ അവൻ്റെ നഖമൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്, മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഗ്രൂം ചെയ്യിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ അവനെ കെയർ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. ഹെയറൊക്കെ ഉള്ളതുകൊണ്ടും അവനാണെങ്കിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണില്ല. അവനിപ്പോൾ കുറച്ച് കുരുത്തക്കേട് കൂടുതലുള്ള സമയമാണ്. അതുപോലെ നഖം വെട്ടാനൊന്നും നിന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവനെ ഗ്രൂം ചെയ്യിപ്പിക്കാമെന്ന് വെച്ചു. അപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് എങ്ങും പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് കണ്ടായിരുന്നു, ദ ഡോപ്പ് ആവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ വന്നിട്ട് അവർ സർവീസ് ചെയ്യും. അപ്പോൾ ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ മെയിനായിട്ട് അവരോട് പറഞ്ഞത് അവൻ്റെ നഖം വെട്ടണം, അവൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ നമുക്ക് അവർ അട്രാക്റ്റീവായിട്ടുള്ള പാക്കേജിങ് നമ്മളോട് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ വീട്ടിൽ വന്നിട്ട് 2 പേരായിട്ടാണ് അവനെ ഗ്രൂം ചെയ്യിക്കാൻ വേണ്ടി വീട്ടിൽ വന്നത്. അപ്പോൾ അവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കുരയായിരിക്കും. അവർ പോണത് തന്നെ ഭയങ്കര കുരയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇവർ വന്നിട്ട് ഇവൻ ഞങ്ങളോട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവരോട്. ഒരു കുരയില്ല, ഒന്നുമില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവൻ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ഞാനിവരോട് ചോദിച്ചു എന്തെങ്ങനെ അവനിങ്ങനെ ഒച്ചയൊന്നും എടുക്കാത്ത. അപ്പോൾ ഓൾറെഡി ഞാൻ അവർ വരുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര കുറേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്പ്രേ ഉണ്ട്, അവർ സ്പ്രേ അടിച്ചിട്ടാണ് അവൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ആ സ്പ്രേയുടെ സ്മെല്ല് കൊണ്ടാണ് അവന് അറ്റാക്കൊന്നും ചെയ്യാതെ അവന് ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ അവരോട് ഇടപെടും കേട്ടോ. അപ്പോൾ എനിക്ക് മൊത്തം രോമം കളയണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണമായിരുന്നു. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവനെ ഇതുവരെ ഗ്രൂം ചെയ്യിപ്പിക്കാത്തതുകൊണ്ടും ഇപ്പോൾ 1 വയസ്സ് 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 6 മാസം കഴിഞ്ഞതുകൊണ്ടും അപ്പോൾ അവർ പറഞ്ഞു ആദ്യത്തെ ഹെയർ ആയതുകൊണ്ട് നമുക്ക് മൊത്തം കളയണയാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിക്സിന് 1 മാസം അല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിൽ പഴയ മുടി ഇതേപോലെ തന്നെ വളർന്നു വരും. അപ്പോൾ ഇനി വരുന്ന മുടി നമ്മൾ അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും എന്നാണ് പറഞ്ഞത്. വിചാരിച്ചു ആദ്യത്തെ മുടിയല്ലേ, അപ്പോൾ അത് മൊത്തം കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കളയുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവൻ്റെ മുടിയുടെ ഉള്ളിൽ ചെള്ളുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ നേരത്തെ കുളിപ്പിക്കുമ്പോഴേക്കും 2-3 നമുക്ക് കാണുമായിരുന്നു. പക്ഷേ ചെള്ള് നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ മുടി ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ചെള്ളുള്ളതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് നമുക്ക് മുടി മൊത്തം കളയണയാണ് നല്ലത്. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ച് തലയിൽ മുടി അങ്ങനെ തന്നെ ഇരിക്കട്ടെ, മേത്തേയും കാലിലും മാത്രമാണ് കളയാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു ചെള്ളുള്ളതുകൊണ്ട് തന്നെ ഫുൾ ഹെയറും എടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് നമ്മൾ ഫുൾ ഹെയറും എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര നിൽപ്പ് കണ്ടില്ലേ, അടങ്ങി ഒതുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു കുഴപ്പമില്ല. ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വാലിൻ്റെ അറ്റത്ത് കുറച്ച് പൂട വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഈ ഒരു മെഷീൻ വെച്ചിട്ട് മൊത്തം കളയോട്ടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെള്ളിനിടാനുള്ള മരുന്ന് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പട്ടിയുടെ തലയോട്ടിയുടെ അവിടെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ വീടിൻ്റെ അടുത്ത് റബ്ബർ തോട്ടം ഉള്ളതുകൊണ്ട് തന്നെ നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ കൊതുക് ഇപ്പോൾ രോമം കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് കൊതുക് വന്നിരിക്കാനുള്ള ചാൻസ് ഉള്ളത്. എന്നാൽ നമുക്ക് കൊതുക് കടിക്കാതിരിക്കാനുള്ള ഒരു മരുന്ന് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. അപ്പോൾ അതും ഫുള്ളും അവൻ്റെ മേത്ത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഇത്രയും ചെയ്തപ്പോൾ തന്നെ അവൻ്റെ സൈസ് ചെറുതായി പോയിട്ട് ആകെ ഇത്രയേ ഉള്ളവൻ, ബാക്കി മൊത്തം പൂടയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ റിമൂവ് ചെയ്തപ്പോഴേക്കും അവൻ്റെ പൂടയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് അവർ തന്നെ ക്ലീൻ ചെയ്ത് അവരുടെ കയ്യിൽ വാക്യൂം ക്ലീനറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാക്യൂം ഉപയോഗിച്ച് മൊത്തം അവർ അതന്നെ എല്ലാം നീറ്റാക്കി സാനിറ്റൈസ് ചെയ്ത് തന്നിട്ട്. ഇപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടുള്ള പാർട്ടാണ് ചെവിയുടെ അവിടെയും കാലിൻ്റെ അടിയിലിട്ട്. അപ്പം അത് ചെയ്യാൻ നേരത്തെ അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അവനോട് സംസാരിച്ച് അവൻ്റെ ശ്രദ്ധയൊക്കെ മാറ്റിയിട്ട് ഭയങ്കര കെയർ ആയിട്ടുള്ളവർ ചെയ്യണത് തന്നെ.
ചെയ്യാൻ സോപ്പ് കണ്ടില്ലേ, അതാണ് നഖം. പക്ഷെ കൂർത്തു കൊള്ളണുണ്ട്. അത് ഇവിടെ കിടന്ന് ഒരച്ചൊരച്ച് തേഞ്ഞ് തീരുമ്പോഴേ അതാണ് തേഞ്ഞത്. കഴിഞ്ഞു ഇതൊന്ന് പിടിച്ചോടെ കഴിച്ചു ഓടും. നേരിട്ട് ഓടില്ലേ, കഴുത്തിടാം ജയിൻ്റ് ചെയ്യണം പേടി. അവന് ഏറ്റവും ഇറിറ്റേഷനുള്ള ഭാഗമാട്ടെ ഈ കാലിൻ്റെ അടിയിലത്തെ നഖം, കാലിൻ്റെ അടിയിലുള്ള കാലത്തെ നഖം മുറിക്കുന്നത്. അപ്പോൾ അവരത് ഇങ്ങനെ അവരുടെ കയ്യിലുള്ള മെഷീൻ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് കളയുകയാണെങ്കിൽ അറ്റം, അല്ലെങ്കിൽ ആരുടെയും മെയ്യത്തൊക്കെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവന് 1 വയസ്സാകാത്തതുകൊണ്ട് തന്നെ അധികം നഖവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ അതുമല്ല മണ്ണിലൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ സിമെൻറ്റിൻ്റെ തറയിലാണ് കിടക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് അവിടെ ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ എന്നാലും അറ്റത്ത് ഇങ്ങനെ ജസ്റ്റ് കൂർത്തിരിക്കുന്ന ഭാഗത്ത് മാത്രമേ അവരത് ഗ്രൈൻഡ് ചെയ്ത് കളയുകയൊക്കെ ചെയ്ത്. അപ്പോൾ അവനത് ഭയങ്കര ബുദ്ധിമുട്ട്, അവൻ കൊടുക്കണുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഈ കൈയുടെ ഉള്ളിലത്തെ രോമമൊക്കെ അവർ നന്നായിട്ട് കളഞ്ഞിട്ടോ. അത് ഭയങ്കര പാടായിരുന്നു അത് കളയാനായിട്ട്. കുറേ സമയം എടുത്തു അത് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവർ ചെവിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടോ, ബഡ്സും അതേപോലെ തന്നെ പഞ്ഞു പോലത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇയർ നന്നായിട്ട് അവർ ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് അവർ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിട്ടോ. അപ്പോൾ ഈ ഒരു കല്ലിൽ ഇരുത്തിയിട്ടാണ് സാധാരണ നമ്മൾ അവനെ കുളിപ്പിക്കാറ്. അപ്പോൾ അവിടെ തന്നെയാണ് അവനെ കുളിപ്പിക്കുന്നത്. ആദ്യം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് അവനെ കഴുകണത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം അവരുടെ ഷാമ്പുവും കണ്ടീഷണറും ഉണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെവിയിലൊന്നും പോവാതെ കണ്ണിലൊന്നും പോവാതെ അവർ നല്ല കെയറിങ്ങോടെയായിട്ടാണ് അവർ ബാത്ത് ചെയ്യണത്. അതേപോലെ തന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഷാമ്പും കണ്ടീഷണറാണെങ്കിൽ കൂടി മൈൽഡായിട്ടുള്ള ഷാമ്പു ആണ്. അതുകൊണ്ട് തന്നെ കണ്ണിൽ പോയാൽ എരിയില്ല. നമ്മൾ പിള്ളേരുടെ കണ്ണിലൊന്നും പോവാത്ത രീതിയിൽ, അല്ലെങ്കിൽ പോയാൽ തന്നെ എരിയാത്ത രീതിയിലുള്ള ഷാമ്പുല്ല, അതാണ് ഇവർക്കും യൂസ് ചെയ്യാനായിട്ട്. ആ ഷാമ്പും കണ്ടീഷണറൊക്കെ നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പെറ്റ്സിൻ്റെ ഷോപ്പിലാണെങ്കിലും അവൈലബിൾ ആണ്. ഓൾറെഡി ഇവനുള്ള ഷാമ്പും കണ്ടീഷണർ തന്നെയായിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടാണ് അവർ ബാത്ത് ചെയ്യണത്. അതുപോലെ തന്നെ ഇവനാണെങ്കിൽ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ അവന് ഇഷ്ടമാണ്. അവന് ചൂടുവെള്ളത്തിൽ ഒന്നും കുളിപ്പിക്കാറൊന്നുമില്ല. അവന് തണുത്ത വെള്ളത്തിലാണ് ഇഷ്ടം. ഇവനെ കുളിക്കുന്ന സമയമാകുമ്പോഴേക്കും, അല്ലെങ്കിൽ ഇവന് കുളിക്കണമെന്ന് തോന്നുമ്പോൾ അവൻ എപ്പോഴും ഈ കല്ലിൽ കയറിയിരിക്കും. എന്നിട്ട് നമ്മൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആണ് ഇവൻ കുളിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളം, ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ പോലും ഇവന് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ നല്ല കെയർ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ ഡീപ്പ് ക്ലീൻ ചെയ്ത് നന്നായിട്ട് അവർ വാഷ് ചെയ്യുകയാണ്. അവനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിന്നുകൊണ്ട് പിന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അവർ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷൊക്കെ ആണെങ്കിലും അത് ഭയങ്കര ഹാർഡായിട്ടുള്ളതൊന്നുമല്ല, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഇതാണ് ഉള്ളത്. അപ്പോൾ നന്നായിട്ട് അവർ അപ്പോൾ ബാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാത്തിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് തുളച്ചതിന് ശേഷം അവരിൽ ഡ്രയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രയർ ഉപയോഗിച്ച് നന്നായിട്ട് അവനെ തുടപ്പിച്ചു. അവൻ്റെ വെള്ളമൊക്കെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഈ ഡ്രയറിൻ്റെ ഈ ചൂട് കാരണം അവന് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. കാരണം അവൻ ഇതൊക്കെ ഫസ്റ്റ് ടൈമല്ലേ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രയറിൽ ചൂട് കാണുമ്പോഴേക്കും അവനിങ്ങനെ മാറി പോകണം. അപ്പോൾ അവരിങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വിളിച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ അവർ നന്നായിട്ട് അവൻ്റെ എല്ലാ വെള്ളവും ഇങ്ങനെ ഡ്രൈ ചെയ്തെടുത്ത് അത് കഴിഞ്ഞിട്ട് അവന് ഒരു റോസ് കളറുള്ള പെർഫ്യൂംസാണ് അവന് അടിച്ചു കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ പെർഫ്യൂംസൊക്കെ നമുക്ക് ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിലാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് പെറ്റ് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ സാധാരണ നമ്മളൊക്കെ സ്പ്രേ യൂസ് ചെയ്യണ പോലെ തന്നെ ഇവർക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ റെഡ് റോസ് കളർ അതാട്ടോ സ്പ്രേ. അത് നല്ല റോസിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ അവനടുത്ത് വരുമ്പോഴേക്കും ഭയങ്കര റോസ് സ്മെല്ലൊക്കെയാണ്. അതൊക്കെ നല്ലതാണ്. ഇതൊന്നും ഒരിക്കലും ഹാംഫുള്ളല്ല ഡോഗ്സിനൊക്കെ. അതൊക്കെ ഡോഗ്സിന് നല്ലതാണെന്ന് പറയണത്. നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ് അല്ല കേട്ടോ. ഇതൊക്കെ
അവർക്കൊക്കെ പ്രത്യേകതരം പെർഫ്യൂംസ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യണതും നല്ലത് തന്നെയാണ്. അപ്പം അങ്ങനത്തെ മണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നല്ല റോസ് സ്മെല്ലാണ് കേട്ടോ അവൻ അടുത്ത് വരുമ്പോഴേക്കും. അപ്പോൾ നന്നായിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് അവൻ്റെ ചീപ്പാട്ടോ, അവർ കൊണ്ടുവന്നാണ് ഇതൊക്കെ ചീപ്പ്. ഇത് അവൻ്റെ ചീപ്പല്ല, അവൻ്റെ ചീപ്പ് വേറെയാണ്. അപ്പോൾ ഈ ചീപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ചെയ്യണം. അതുപോലെ തന്നെ കണ്ണിൻ്റെ അവിടെയൊക്കെ അവർ പഞ്ഞിയൊക്കെ ഉപയോഗിച്ചിട്ട് കോട്ടൺസൊക്കെ ഉപയോഗിച്ചിട്ട് അവർ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി. ഇതിപ്പോൾ പോണ സീനാട്ടോ. അവന് ഭയങ്കര സങ്കടമില്ല. ലാസ്റ്റ് അവൻ്റെ അവരോട് പോകാൻ വേണ്ടി പോവുകയാണ്. അവൻ വിടണുണ്ടായിരുന്നില്ല, രണ്ടുപേരും പുറകെ നടക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് ഇവരുടെ കസ്റ്റമർ സർവീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആണ് അവർ എൻ്റെ സ്പിക്സിനെ അവർ ഹാൻഡിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരും ഭയങ്കര എൻജോയ് ചെയ്താണ് അവർ ചെയ്തത്. അതുപോലെ ഇവനാണെങ്കിൽ ഭയങ്കര ഇപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ടുള്ള സീനാണ് ദേഷ്യം വന്ന് പോയപ്പോഴേക്കും പോകണ്ടെന്ന് പറയുന്നതാണ്. അപ്പോൾ അവർ പോയതിന് ശേഷം ഭയങ്കര സങ്കടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു കിടപ്പായിരുന്നു അവരെ കാണാൻ വേണ്ടി. അപ്പോൾ അവർ ഒന്നോർത്ത് വിഷമിച്ചിരിക്കണതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലും ഡോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഗ്രൂം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഇൻസ്റ്റാഗ്രാമിലും ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ കാലിക്കറ്റ് കൊച്ചിയിലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അവർക്ക് കാലിക്കറ്റും കൊച്ചിയിലുമാണ് സർവീസ് ഉള്ളത്. അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ട് നല്ല അടിപൊളി സർവീസ് ആയിരിക്കും നമ്മുടെ പെറ്റ്സിന് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. എസ്പെഷ്യലി മഴ സമയത്തൊക്കെ അവരെ ഗ്രൂമിങ് ചെയ്യിപ്പിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂമിങ് എനിക്ക് കൊണ്ടും കുറച്ചുകൂടെ നേരത്തെ ആയിക്കൂടാന്ന് തോന്നി. എന്തായാലും ഗ്രൂമിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യാം. അതേപോലെ തന്നെ ഇനി ഒരു 1-1.5 മാസം കഴിയുമ്പോൾ എൻ്റെ മുടി വളരും. ഒന്നെഴുതി അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഗ്രൂമിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ അനൂസിൻ്റെ റിയാക്ഷൻ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം. എനിക്ക് ഇവനെ കണ്ടിട്ട് പാവം തോന്നുക. അയ്യോടാ പാവം എൻ്റെ ഉണ്ടാപ്പിനെ കണ്ട, എൻ്റെ കൊച്ചിനെ കണ്ട. നല്ല രസമുണ്ട് ഇവിടെ തൊടുമ്പോഴൊക്കെ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഗുഡ് ബോയ് ആണെന്നാണ് അവർ പറഞ്ഞത്. ഗ്രൂമിങ് ചെയ്തത് നല്ല അനുസരണയായിട്ട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിന്നെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അവർ പറഞ്ഞു അവർ ഇത്രയും നാളും ക്ലീൻ ചെയ്യാൻ പോയിട്ടും ഗ്രൂം ചെയ്യിക്കാൻ പോയിട്ടും സ്പിക്സ് ഭയങ്കര അഗ്രസീവായിട്ടുള്ള സ്പിക്സ് ആയിരുന്നു. കടിക്കാൻ വരികയും ഒച്ചപ്പാടും ബഹളവും സമ്മതിക്കാതിരിക്കുക. ഇത്രയും സപ്പോർട്ടായിട്ട് നിന്ന ഫസ്റ്റ് സ്പിക്സ് ഇവനാണെന്നാണ് പറയുന്നത്. ഹലോ 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 ഹലോ. അപ്പോൾ ഗ്രൂമിങ് അടിപൊളിയായിരുന്നു. അവർ രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടോ. അപ്പം നീ ചോദിച്ചേ ഗ്രൂമിങ് എങ്ങനെ ഉണ്ടായിരുന്നു, എന്നെ കാണാൻ സുന്ദരനായോന്ന് ചോദിച്ചേ. അശി നോട്ടി ഗേൾ, നോട്ടിപ്പോയി. അപ്പം എന്നെ ഇഷ്ടമായെങ്കിൽ ചോദിച്ചേ, എന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.